കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പെരുമ്പഴതൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാതെ ഗൃഹനാഥൻ ജീവനൊടുക്കിയതിൽ സഹകരണ മന്ത്രി വി.എൻ. വാസവൻ റിപ്പോർട്ട് തേടി. സഹകരണ രജിസ്ട്രാറോടാണ് റിപ്പോർട്ട് തേടിയത്. മരിച്ച സോമസാഗരത്തിന്റെ പണം ബാങ്ക് അധികൃതർ ഇന്ന് കുടുംബത്തിന് കൈമാറും. അജീഷ് ജയകുമാർ നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിശദാംശങ്ങൾ. അജീഷ്, വിവരങ്ങൾ. പ്രജിൻ, ഇന്നലെ ഈ ബാങ്കിന്റെ ഭരണസമിതി യോഗം ചേർന്നിരുന്നു. ആ യോഗം ചേർന്ന സമയത്താണ് ഈ മരിച്ച സോമസാഗരത്തിന്റെ കുടുംബത്തിന് അവർ നിക്ഷേപിച്ച 5.39 ലക്ഷം രൂപ ഇന്ന് അവരുടെ ഈ ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിൽ ഇട്ട് നൽകാൻ തീരുമാനമായത്. എന്തായാലും ആ ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് സോമസാഗരം കഴിഞ്ഞ 6 മാസമായി ഈ ബാങ്കിൽ കയറി ഇറങ്ങി അപേക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആ പണം അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് ആ പണം ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഇത്തരത്തിൽ നിരവധി പേർ അവിടെ ഈ നിക്ഷേപ തുക തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഇന്നും ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബാങ്കിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അവിടെ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതിനടക്കം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സഹകരണ വകുപ്പ് മന്ത്രി ഇന്ന് സഹകരണ വകുപ്പ് രജിസ്ട്രാറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സഹകരണ രജിസ്ട്രാർ നേരിട്ടായിരിക്കില്ല അന്വേഷിക്കുന്നത്. നെയ്യാറ്റിൻകര ജോയിന്റ് രജിസ്ട്രാർ ആയിരിക്കും ഈ വിഷയം അന്വേഷിക്കുക. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ബാങ്കും പെരുമ്പഴത്തൂർ ബാങ്ക് വരുന്നത്. അദ്ദേഹം അന്വേഷിച്ച ശേഷം സഹകരണ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകും. പിന്നെയായിരിക്കും മന്ത്രിയുടെ പ്രതികരണമടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.